ഇവിടെ നമ്മുടെ കേരളത്തിൽ സഞ്ചരിക്കുന്ന കോടതികളുണ്ടായിരുന്നു. ഒരു വലിയ ബസ് കോടതിയിൽ സംവിധാനമൊരുക്കി മജിസ്ട്രേറ്റ് അതിനകത്തിരുന്ന് ട്രാഫിക് ഒഫൻസ് തുടങ്ങിയ ചില്ലറ കുറ്റങ്ങൾക്ക് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രായോഗികമല്ല എന്ന് കണ്ടു നിർത്തി. ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്ന മന്ത്രിസഭ ഉണ്ടാവുന്നത്. ഒരു മന്ത്രിസഭ മുഴുവൻ പ്രത്യേകമായി നിർമ്മിച്ച ആധുനിക ആഡംബര സജ്ജീകരണങ്ങളൊരു ബസ്സിൽ സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ്. അതിൻ്റെ നിയമസാധുത വളരെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഭരണഘടന അനുസരിച്ച് സാധാരണ രീതിയിൽ തലസ്ഥാനത്താണ് മന്ത്രിസഭ കൂടുക എന്ന് വെച്ച് മറ്റു സ്ഥലത്ത് കൂടാൻ പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഭരണ സംവിധാനം മുഴുവൻ ബസ്സിനകത്ത് കയറി രാജ്യത്തെ ഭരണസ്തംഭനമുണ്ടാക്കുന്നൊരു പ്രക്രിയ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടില്ല. എന്നിട്ടും പറയണു അവിടെ ഭരണം നടന്നു എന്ന്. ഭരണം നടന്നെങ്കിൽ 4000 പോലീസുകാരുടെ അകമ്പടിയാണ് ഈ യാത്രയ്ക്ക് ഉണ്ടായിരുന്നത്, ഈ സദസ്സിനുണ്ടായിരുന്നത്. ഈ 4000 പോലീസുകാരുടെ യാത്രാപ്പടിയും ഭക്ഷണ ചെലവും മറ്റും വരുമ്പോൾ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഈ സംസ്ഥാനത്തിന് താങ്ങാവുന്നതിലധികം സാമ്പത്തിക ബാധ്യത ഈ പരിപാടികളുണ്ടായി. എന്നിട്ട് എന്ത് മെച്ചം കിട്ടി? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ജനപ്രതിനിധിക്ക് പോലും പരസ്യമായി തൻ്റെ നിയോജകമണ്ഡലത്തിലെ പരാതികൾ മുഖ്യമന്ത്രി അറിയിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് വിലക്കുകയാണ് ചെയ്ത്. അതേപോലെ തന്നെ അവരുടെ പാർട്ടിയിലെ വളരെ സമുന്നതയായ ഒരു നേതാവ്, തൻ്റെ കഴിവ് തെളിയിച്ച ഒരു മന്ത്രി, അവരെ പ്രസംഗം തടസ്സപ്പെടുത്തി. കാരണം അവർ കണ്ണൂർ ജില്ലയിലെ പല പ്രശ്നങ്ങളും പ്രസംഗത്തിൽ പരാമർശിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് അവരുടെ പ്രസംഗം നിർത്തി. അപ്പോൾ ജനങ്ങളുടെ പരാതി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ച് അല്ലെങ്കിൽ കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനാണെങ്കിൽ ഈ മന്ത്രിമാർ പരാതി എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? ഒരു ജനപ്രതിനിധിയായ പാർലമെൻറ്റ് അംഗത്തിന് പോലും പരാതി പറയാൻ സംവിധാനം നൽകാത്ത നവകേരള യാത്ര കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് മെച്ചമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഇന്ന് ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടി പാർട്ടി അംഗങ്ങൾക്ക്. കാരണം ധാരാളം സംഘടനകളിൽ നിന്നും പണക്കാരിൽ നിന്നും ലയൺസ് ക്ലബ്ബും റോട്ടറി ക്ലബ്ബും മീറ്റിംഗ് നടത്തുന്ന പോലെ പ്രഭാത ഭക്ഷണത്തോടുകൂടി തുടങ്ങുന്ന പരിപാടിക്ക് പണം പിരിക്കാൻ അവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. കോടിക്കണക്കിന് പൈസ പാർട്ടി പ്രവർത്തകർ പിരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജില്ലാ കലക്ടർമാരുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പിരിവിന് കണക്ക് പോലും ഇതുവരെ പല ജില്ലകളിലും കൊടുത്തിട്ടില്ല. അപ്പം ഇത് നിയമവിരുദ്ധമായ ഒരു മന്ത്രിസഭ യോഗമായിരുന്നു എന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ. കാരണം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? മന്ത്രിസഭയുടെ പ്രതിച്ഛായയാണെങ്കിൽ എല്ലാ മന്ത്രിമാരും പോയി തുല്യമായി പങ്കെടുക്കണം. അതുണ്ടായിട്ടില്ല. പരാതികൾ കേൾക്കാൻ പറയാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വിലക്കുന്നു. അപ്പോൾ 80,000 പരാതികളാണ് മലപ്പുറം ജില്ലയിൽ കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ സൂചനാർഹമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ മാറ്റമുണ്ടാക്കാനുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടും കൂടിയാണ് നവകേരള സദസ്സ് എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചില പാർട്ടി എം പിമാരെ ശാസിക്കുകയും മറ്റ് ചില പാർട്ടി എം പിമാരെ ശ്ലാഘിക്കുകയും ചെയ്യുന്ന നടപടി മുഖ്യമന്ത്രി എടുത്തത് എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ, അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. ഏതായാലും അതോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ കാവൽ നിൽക്കുന്ന പോലീസുകാരുടെയും ഗൺമാന്മാരുടെയും അക്രമത്തിൻ്റെ അതിപ്രസരം കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചു. ആദ്യമായിട്ടാണ് മന്ത്രിമാരുടെ സുരക്ഷയ്ക്ക് ഒരുക്കുന്ന ഗൺമാന്മാർ ജനങ്ങളെ നേരിട്ട് ആക്രമിച്ച് ആ ആക്രമണത്തിൽ നിഷ്ക്രിയരായി പോലീസ് സാക്ഷികളെ പോലെ കണ്ടു നിൽക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് വ്യത്യാസം വന്നു. തിരുവനന്തപുരത്ത് ഗൺമാനെ അക്ഷമരായ ജനങ്ങൾ കൈകാര്യം ചെയ്തു.
അവർ സഖികെട്ട് ഇവരുടെ അക്രമ പ്രവൃത്തികൾ കണ്ട് തിരുവനന്തപുരത്തുകാരുടെ സ്വഭാവം അനുസരിച്ച് അവർ തെരുവിലിറങ്ങി നേരിട്ട് കൈകാര്യം ചെയ്തു. ഇതുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു ഗൺമാൻ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുകയും മറ്റൊരു ഗൺമാനെ പ്രതിഷേധ സൂചകമായി പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു യാത്ര നടത്തി സംസ്ഥാനത്തിന് എന്ത് മെച്ചമുണ്ടായി എന്നാണ് ഇതിൻ്റെ സംഘാടകർ അവകാശപ്പെടുന്നത്. ഒരൊറ്റ പരാതിയിൽ പോലും തീർപ്പ് കൽപ്പിക്കാൻ ഈ മന്ത്രിമാർ മുഴുവനെ, എൻ്റെ സുഹൃത്ത് പറഞ്ഞു, മന്ത്രിസഭ മുഴുവൻ പല സ്ഥലത്തും കൂടുകയാണ്. എന്നാൽ അവിടെ വെച്ച് തീരുമാനമെടുക്കാമായിരുന്നില്ലേ ഈ പരാതികൾക്ക്? അതെന്താ ചെയ്യാത്ത? കാലത്ത് പ്രഭാത ഭക്ഷണവും രാത്രി സമൃദ്ധമായ വിരുന്നും സ്വീകരിക്കാനാണോ മന്ത്രിമാർ ജില്ല മുഴുവൻ സഞ്ചരിക്കുന്നത്? അതോ ജനങ്ങളുടെ പരാതി നേരിട്ട് ജനങ്ങളിലേക്ക് എന്ന് ചേർത്ത് അപ്പം തന്നെ പരിഹാര മാർഗം നിർദ്ദേശിക്കാനാണോ? രണ്ടാമതാണെങ്കിൽ അത് പരിപൂർണമായും പരാജയപ്പെട്ടു. ഒറ്റ പരാതിയിൽ പോലും തീരുമാനമെടുത്തില്ല. പതിവ് പോലെ കലക്ടർമാർക്ക് റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടു. ഇതിനു വേണ്ടി ഇത്രയധികം പൈസ ചിലവാക്കണോ? ഇത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ചെയ്യാമല്ലോ. ഒരു പരാതി അദാലത്ത് നടത്തുകയാണെങ്കിൽ ഓരോ ജില്ലയ്ക്കും ഓരോ ദിവസം നീക്കി വെച്ച് ഇത്രയും പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാമായിരുന്നുണ്ട്. അതുകൊണ്ട് എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് തോന്നുന്നത് ഇതൊരു ധൂർത്തായിരുന്നു, അനാവശ്യമായ ധൂർത്താണ്. ഇതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് ലക്ഷ്യമെങ്കിൽ അത് തുറന്ന് പറഞ്ഞുകൂടെ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും പണപ്പിരിവാണ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ തന്നെയാണ്. കാരണം ഈ വേദിയിലൊക്കെ സംസാരിച്ചത് രാഷ്ട്രീയം മാത്രമായിരുന്നു. അവിടെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി വികസന കാഴ്ചപ്പാടായിരുന്നില്ല സംസാരിച്ചത്, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ മാത്രമായിരുന്നു. എൽ ഡി എഫ് മുന്നണിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രചരണ യാത്രയായി മാത്രം ആ നവകേരള യാത്ര മാറിയെന്ന ആക്ഷേപത്തെ വെക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ ചില പരാമർശങ്ങൾ.